നമ്മുടെ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ റീസെൻ്റായിട്ട് വന്നിരിക്കുന്ന ഒരു വലിയ റെവല്യൂഷനാണ് BIM എന്ന് പറയുന്നത്. സോ ഈ BIM പഠിച്ചതുകൊണ്ട് അതിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി ലെവൽ എങ്ങനെയാണ് ഒരു സിവിൽ എഞ്ചിനീയർ ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഒരാൾക്ക് എങ്ങനെയാണ് ഈ ഒരു അഡ്വാൻസ്ഡ് ലെവലിലേക്ക് എത്താനായിട്ട് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസാണ് വരുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ നവീൻ പറഞ്ഞതുപോലെ തന്നെ BIM-ൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ ഇപ്പം കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ റെവല്യൂഷനായിട്ട് വരുന്ന ഒരു സാധനമാണ് BIM എന്ന് പറയുന്നത്. നമ്മൾ മുമ്പ് ഡ്രോയിങ് എന്ന് പറയുന്നത് പെൻ ആൻഡ് പേപ്പർ ആയിരുന്നു, പിന്നെ ഓട്ടോകാഡിലേക്ക് വന്നു. ദെൻ ഇപ്പം കുറച്ചും കൂടി ഒരു ഇമാജിനേഷൻ അല്ലെങ്കിൽ ഫുൾ കമ്പൈൻഡ് ആയിട്ട് വരുന്ന ഒരു സാധനമാണ് BIM എന്ന് പറയുന്നത്. സോ ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റീസ് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ദുബായ് മുനിസിപ്പാലിറ്റിയിൽ ഒരു അപ്രൂവൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു CAD ഡ്രോയിങ് ആണ് കൊടുക്കുന്നത് വെച്ചോ. CAD ഡ്രോയിങ് ആണ് കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ അപ്രൂവൽ ടൈം എന്ന് പറയുന്നത് 15 days ആണ്. ബട്ട് നമ്മളൊരു BIM മോഡലാണ് കൊടുക്കുന്നത് വെച്ചോ, അതിൻ്റെ അപ്രൂവൽ ടൈം എന്ന് പറയുന്നത് 2 days ആണ്. ഇവൻ നമ്മൾ അഷ്ഗൽ ഖത്തറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവൻ സെയിം 15 days ആണ് നമ്മൾ CAD ഡ്രോയിങ് കൊടുക്കുമ്പോൾ വരികയാണ്, 2 days കൊണ്ട് നമ്മൾ BIM മോഡൽ കൊടുക്കുമ്പോൾ വരും. സോ ഇതെന്ന് പറയുന്നത് നമുക്ക് ഇൻഡസ്ട്രിയിൽ ഈവൻ ഗവൺമെൻറ് പോലും BIM-നെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ്. ഈവൻ നമ്മളിപ്പോൾ ഒരു ജിഗ പ്രൊജക്ട്സ് എടുക്കുകയാണ്, മസാർ പ്രൊജക്റ്റ് അല്ലെങ്കിൽ ഒരു സ്റ്റേഡിയം പ്രൊജക്റ്റ്, ഇത് സൗദിയിൽ വരുന്ന മസാർ പ്രൊജക്റ്റ്, സ്റ്റേഡിയം പ്രൊജക്റ്റ്, ഏത് പ്രൊജക്റ്റ് ആണെങ്കിലും ഇപ്പം BIM-ലാണ് അവർ ചെയ്യുന്നത്. രണ്ട് കാര്യമുണ്ട്, പണ്ടത്തെ പോലെ എല്ലാ ഡ്രോയിങ്ങിലും പോയിട്ട് റിവൈസ് ചെയ്യേണ്ട ഓപ്ഷൻ ഇല്ല. നമുക്ക് BIM-ൽ ചെറിയൊരു കറക്ഷൻ ഉണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ എല്ലാ ഡിസിപ്ലിനും, സിവിലാണെങ്കിലും സ്ട്രക്ചറിലാണെങ്കിലും ഫിറ്റ് ഔട്ട് ആണെങ്കിലും MEP ആണെങ്കിലും ആ എല്ലാ ഡിസിപ്ലിനും ഈ ചേഞ്ചസ് വരും. സോ BIM എന്ന് പറയുന്നത് ആസ് എ എഞ്ചിനീയർ ലൈഫ് കുറച്ചും കൂടി ഈസി ആക്കാണ്. ബട്ട് ദ പ്രോബ്ലം ഈസ് ഒരുപാട് ആൾക്കാർ BIM പഠിക്കുന്നുണ്ട്, പക്ഷേ കമ്പനിയിലേക്ക് അവരെ ഹയർ ചെയ്യുന്നില്ല. ദ തിങ് ഈസ് അവർക്ക് ചില ടൂൾസുകൾ പഠിച്ചിട്ട് കിട്ടുന്നുണ്ട്, ബട്ട് അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളത്, ഈവൻ ഒരു പ്രൊജക്റ്റിലേക്ക് വരുമ്പോൾ അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളത് പലർക്കും അറിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഈവൻ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, നമ്മളുടെ ക്ലയൻറ്റ് നമ്മളോട് പറഞ്ഞ് അവർക്ക് ആദ്യം BIM എഞ്ചിനീയേഴ്സിനെ വേണം, ഖത്തറിലാണ് BIM എഞ്ചിനീയേഴ്സിനെ വേണമെന്ന് പറഞ്ഞു, നമ്മൾ പ്രൊവൈഡ് ചെയ്യാം. നമ്മൾ ഓപ്പണിംഗ് ഇട്ടിട്ട് അവർക്ക് വേണ്ടത് 10 BIM എഞ്ചിനീയേഴ്സിനെയാണ്. നമുക്ക് ആകെ കിട്ടിയത് 2 ആൾക്കാരെയാണ്. ഓക്കെ, ഈ 2 ആൾക്കാരെ വെച്ചിട്ട് അവർക്ക് റൺ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ കമ്പനീസിൻ്റെ അടുത്ത് പറഞ്ഞു ഖത്തറിൽ നിങ്ങൾക്ക് BIM എഞ്ചിനീയേഴ്സിനെ കിട്ടില്ല. നമ്മളങ്ങനെ തന്നെ പറഞ്ഞു BIM എഞ്ചിനീയേഴ്സിനെ കിട്ടില്ല. ഓക്കെ ഫൈൻ എന്ന് പറഞ്ഞ് ക്ലൈൻറ്റ് പോയി. ബട്ട് ആഫ്റ്റർ 2 weeks എഗെയിൻ ആ ക്ലൈൻറ്റ് നമ്മൾ അപ്രോച്ച് ചെയ്തു. ഇത് മസാർ പ്രൊജക്റ്റിൻ്റെ BIM ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ക്ലൈൻറ്റ് നമ്മൾ അപ്രോച്ച് ചെയ്തിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് എവിടെ നിന്നുണ്ടെങ്കിലും ഒരു 10 BIM എഞ്ചിനീയേഴ്സിന് തരാം, ഖത്തറിൽ വേണമെന്നില്ല, എവിടെയാണെങ്കിലും നിങ്ങളൊരു 10 BIM എഞ്ചിനീയേഴ്സിന് എത്താം, നമുക്ക് ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യണം. സോ നമ്മൾ ആ വർക്ക് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. സോ ഇതാണ് ഒരു BIM എഞ്ചിനീയേഴ്സിൻ്റെ ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് അവർ ആദ്യം ഖത്തറിൽ എക്സ്പ്ലോർ ചെയ്തു, അവർക്ക് കിട്ടിയില്ല, നമ്മൾ കൊടുക്കില്ല പറഞ്ഞ് അവർ വേറെ ഓപ്ഷൻസ് നോക്കിയിട്ടല്ലേ ആയിരിക്കും പിന്നെ എവിടെന്നെങ്കിലും കിട്ടിയാൽ മതി എന്നുള്ള ഓപ്ഷനിലേക്ക് വന്നിട്ടുള്ളത്. സോ ആസ് എ BIM നിങ്ങളൊരു എക്സ്പേർട്ട് ആണെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളൊരു പ്ലഗ് ആൻഡ് പ്ലേ എഞ്ചിനീയർ ആണ്, BIM എഞ്ചിനീയർ ആണെന്നുണ്ടെങ്കിൽ യു ഹാവ് ദ പ്ലെൻറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. ഓക്കെ, എക്സ്പേർട്ടായിട്ട് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള BIM എഞ്ചിനീയർ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരായിട്ട് ലേൺ ചെയ്യണം. പ്രൊഫഷണൽസിൻ്റെ അടുത്തുനിന്ന് എന്താണ് ഇൻഡസ്ട്രിയിൽ നടക്കുന്നത് അതനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്യണം. അങ്ങനെ വർക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രം നമുക്ക് എന്താണ് ഒരു പ്രൊഫഷണലായിട്ട് മാറാൻ പറ്റും. ഓക്കെ, അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എൻട്രി ആയിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് BIM കോഴ്സിൽ കൂടി കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ കോഴ്സ് കഴിഞ്ഞാൽ തന്നെ നിങ്ങളൊരു പ്ലഗ് ആൻഡ് പ്ലേ എഞ്ചിനീയർ ആയിരിക്കും, റെഡിമെയ്ഡ് എഞ്ചിനീയർ ആയിരിക്കും. സോ ഇതുപോലെയുള്ള കമ്പനീസിൽ ഇപ്പോഴും ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ആണ് BIM എഞ്ചിനീയേഴ്സിനെ, എക്സ്പേർട്ടായിട്ടുള്ള BIM എഞ്ചിനീയേഴ്സിനെ കിട്ടുന്നതിനുള്ളത്. സോ നിങ്ങൾ ഒരു എന്താ പറയുക, ഒരു എക്സ്പേർട്ടായിട്ടുള്ള BIM എഞ്ചിനീയർ ആണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് മാർക്കറ്റിൽ വളരെയധികം ഡിമാൻഡാണ്. ഈവൻ എൻ്റെ ഒരു ഫ്രണ്ട് അവൻ വർക്ക് ചെയ്യണത് BIM കോർഡിനേറ്റർ ആയിട്ടാണ്, എൻ്റെ കൂടെ പഠിച്ചാണ്. അവൻ പറയണത് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ അടുത്ത് പല കൺട്രീസിൽ നിന്ന് അവനെ ഇങ്ങോട്ട് വിളിക്കുകയാണ് ജോയിൻ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ട്. ഓക്കെ, അതാണ് ഒരു BIM-ൽ ഇപ്പോൾ ഉള്ളൊരു ഓപ്പർച്യൂണിറ്റീസ്. അത് വരുന്നത് എന്തുകൊണ്ടാണ്, ഡിമാൻഡ് ഉണ്ട്, അതിനനുസരിച്ചുള്ള ആൾക്കാർ ഇൻഡസ്ട്രിയിലുള്ള ഇല്ല. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എക്സ്പേർട്ട് ആവുന്നില്ല. എക്സ്പേർട്ട് ആവാത്തത് എക്സ്പീരിയൻസ് വൈസ് അവർ ലേൺ ചെയ്യാത്തത് കൊണ്ടാണ്. അത് നമ്മളുടെ കോഴ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ്ഡ് BIM എഞ്ചിനീയർ അല്ലെങ്കിൽ BIM മോഡലർ ആവാൻ പറ്റും. സോ ജോബ് എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിൽ ഇങ്ങോട്ടേക്ക് വരുന്നൊരു ഓപ്പർച്യൂണിറ്റിയാണ്.